ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആലോചിക്കണം, മുഅ്മിനീങ്ങൾ ആലോചിക്കണം. ആ വിഷയം ചോദിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ പറയാൻ, തെറ്റിദ്ധാരണ കൊണ്ട് ആരും അങ്ങനെ ആയിപ്പോവരുത്. എന്തുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ നമ്മുടെ നാട്ടിൽ സമസ്തകല ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചതാണ് അല്ലേ? മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ സമസ്തയുടെ അതേ പേര്, സമസ്ത എന്ന പേര് വെച്ച് സ്വന്തം ഗുരു എന്നവർ പറയുന്നില്ല ഇപ്പോ. എന്നാൽ ഗുരുതുല്യനായ മഹാനല്ലേ ശംസുൽ ഉലമ, വലിയ വലിയല്ലേ അള്ളാഹുവിന്റെ ആ മഹാൻ തൊട്ടപ്പുറത്ത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അതേ പേരിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനം തഖ്വയിൽ അടിസ്ഥിതമായ പ്രസ്ഥാനം അല്ല. ഇതാണ് എന്റെ വിശ്വാസം. ഉസ്താദുമാരെ ഇത് തക്ബീർ ചൊല്ലാനുള്ളതല്ല, മുഅ്മിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഉസ്താദുമാരെ ബഹുമാനിക്കണമെന്നും ഉലമാഇനെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച ദീനാ നമ്മുടേത്. ആശയപരമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ? നമ്മുടെ അഖീദയിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണ പോലല്ലേ സമസ്തക്ക് ബദൽ സംവിധാനം വന്നത്? എന്തിനു വന്നു? ഞാൻ എങ്ങനെ ഇരിക്കും സ്വന്തം ഗുരുനാഥനായ ശംസുൽ ഉലമ ജീവിച്ചിരിക്കുമ്പോ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോ? ഇവരൊക്കെ മഹാന്മാരെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയതല്ലേ? അവരിയ്ക്കുമ്പോ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഇത് പറയാൻ ഒരു വിനയവും താഴ്മയും തഖ്വയുമുള്ള ആളുകൾക്ക് കഴിയൂ? അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഒരു പ്രസ്ഥാനം നോക്കേണ്ടത് അടിസ്ഥാനം എവിടെയാണെന്ന് നോക്കിയിട്ടാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. മക്കയിൽ മദീനയിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കി, മസ്ജിദ് ദിറാർ, മുനാഫിഖീങ്ങൾ ഉണ്ടാക്കി, കപടവിശ്വാസികൾ. എന്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിക്ക് പാരയായിട്ട് പൊളിച്ചു കളയാൻ പറഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പള്ളി കരിച്ചു കളഞ്ഞു. എന്തേ? തഫ്രീഖൻ ബൈനന്നാസ്, മുസ്ലിമീങ്ങളെ രണ്ട് തട്ടാക്കി തിരിച്ചില്ലേ അവർ? മുസ്ലിമീങ്ങളുടെ മനസ്സിനെ രണ്ടാക്കിയില്ലേ? ഇത് പാടില്ല. പൊളിച്ചു. എവിടെ പൊളിച്ചു? മദീനയിൽ പൊളിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ. അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഉമ്മത്തിൽ പിളർപ്പത് കൊണ്ടുണ്ടായോ? ഇത് ഫിത്നയാണോ? അല്ലേ? ഉമ്മത്തിൽ ഇത് അടിപിടി ഉണ്ടായോ? ഇല്ലേ? കുടുംബങ്ങൾ തെറ്റിയോ? ഇല്ലേ? നമ്മുടെ മദ്രസകൾ രണ്ട് ഓര വെച്ചോ? ഇല്ലേ? ബാങ്ക് കേൾക്കുന്ന ഇടത്ത് രണ്ട് പള്ളി ഉണ്ടാക്കിയോ? ഇല്ലേ? നമ്മുടെ മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായോ? ഇല്ലേ? ആരാണ് ഉത്തരവാദികൾ? ആരാണ് ഉത്തരവാദി? എവിടുന്ന് തുടങ്ങി? തുടക്കം ഇവിടെയാണ്. എന്തിനു തുടങ്ങി ഈ പ്രസ്ഥാനം? എന്തിനു തുടങ്ങി? സ്വന്തം ഗുരുനാഥന്മാരോട് മത്സരിക്കാനോ? അതല്ലേ അർത്ഥം? മരിക്കണവരെ കാത്തിരുന്നൂടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ? സമസ്തയുടെ ഉലമാ ജീവിച്ചിരിക്കുന്നത് ചെയ്യാൻ പാടുണ്ടോ? അതുകൊണ്ട് മുഅ്മിനെ, അടിസ്ഥാനം നന്നായാലേ ഒരു പ്രസ്ഥാനം നന്നാവൂ. ഇത് മനസ്സിലാക്കണം. സ്വലാത്ത് കേട്ടങ്ങ് ഓടണ്ട. ദീൻ ദീനാണ്. ഫൽയൻദുർ അഹദുകും അമ്മൻ യഅഖുദു ദീന. ദീൻ എവിടുന്ന് പഠിക്കുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇത് ദീനാണ്, എവിടുന്നെങ്കിലും എടുക്കാനുള്ളതല്ല. മഹാനായ അല്ലാമ തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാൻ, ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഇത് ദീനാണ്. ഫൽയൻദുർ അഹദുകും അമ്മൻ യഅഖുദു ദീന. ആരിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത് എന്ന് നോക്കിക്കോ. എവിടുന്നെങ്കിലും പഠിക്കണ്ട. നിന്റെ ഉസ്താദ് ഗുരുനാഥൻ ആരാണെന്ന് നോക്കിക്കോ. തഖ്വയുണ്ടോ? അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാണോ? സൂക്ഷ്മതയുള്ള ആളാണോ? വിനയവും താഴ്മയുമുള്ള ആളാണോ? ലോകപ്രസിദ്ധിയും അല്ലാതെ ഇതൊന്നും ആഗ്രഹിക്കാത്ത നല്ല മനുഷ്യനാണോ? മുത്തഖിയാണോ? നീ ദീൻ പഠിച്ചോ, അല്ലെങ്കിൽ പഠിക്കണ്ട. എന്തേ? ഇതൊക്കെ ലോകത്ത് വരുമെന്ന് പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും നരകത്തിലേക്ക് വിടാനല്ല മുഅ്മിനെ നമ്മളിത് പറയേണ്ടത്. നമ്മൾ ആരും അങ്ങനെ കൊതിക്കുക പോലും ചെയ്യരുത്. സ്വർഗത്തിലേക്ക് വരണം. അള്ളാഹു ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കുമാറാകട്ടെ. അഹങ്കാരത്തിന്റെയും ഞങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെന്ന് ചെറിയ തോന്നലോ പറച്ചിലോ പ്രഖ്യാപനങ്ങളോ അവകാശവാദങ്ങളോ ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് വേദന തോന്നും. ദീനിന്റെ വിഷയത്തിൽ ഇത് വേണോ? എന്തിനാണ് ഈ പ്രഖ്യാപനങ്ങൾ? മുത്തഖീങ്ങളായി ജീവിച്ച അല്ലാഹുവിന്റെ അടുത്ത് ഈമാനോടെ മരിച്ചു പോകാമെന്ന ആൾക്കാരല്ലേ നമ്മൾ? അതുകൊണ്ട് മുഅ്മിനെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നോക്കി നിന്നോളെ. ഹക്കും ബാത്തിലും ഒരുപോലെയാണ്. ജെന്യുവിന്റെ കൂടെ എന്തുണ്ടാകും? ഫ്രോഡ് ഉണ്ടാകും. ഹക്കിന്റെ കൂടെ ബാത്തിൽ ഉണ്ടാകും. ഹക്ക് ഹക്കാണെന്ന് ചിന്തിക്കേണ്ടത് ബുദ്ധിയുള്ള മനുഷ്യന്റെ ബാധ്യതയാണ്. എന്തെങ്കിലും കേട്ട് ഓടിപ്പോകരുത്. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ ഹക്ക് നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹു ഹക്കിലേക്ക് എത്തിക്കുമാറാകട്ടെ. കഴിഞ്ഞു പോയ സർവ്വ പാപങ്ങളോ തെറ്റുകളോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പുറത്തരുമാറാകട്ടെ. ആരിത് മനസ്സുകൊണ്ട് ചെയ്തതാവില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിശാച് മനുഷ്യന്റെ തലയിൽ കയറി ചെയ്യിപ്പിച്ച എന്ത് ചെയ്യും മുഅ്മിനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗബ ചെയ്ത് മടങ്ങാനും പശ്ചാത്തപിച്ചു മടങ്ങാനും അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്കായ മാർഗത്തിലേക്ക് അടുക്കാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.